ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 8-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് കുടുംബശ്രീ മാതൃകയിൽ അവതരിപ്പിക്കുന്ന സ്വാശ്രയ കൂട്ടായ്മ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സുശക്തി എന്താണ്? സുശക്തി മിഷനാണ്. എന്താണ് ആരംഭിക്കാൻ പോകുന്നത്? സുശക്തി എന്നുള്ള ഒരു മിഷനാണ്. അപ്പോൾ ഈ സുശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു കുടുംബശ്രീ പോലെ തന്നെ, കുടുംബശ്രീ മിഷൻ പോലെ, കുടുംബശ്രീ പോലെ അതേ മാതൃകയിൽ അവതരിപ്പിക്കുന്ന ഒരു സ്വാശ്രയ കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ കുടുംബശ്രീ നമുക്കറിയാം, സ്ത്രീകളുടെ എല്ലാ സ്ത്രീകളുടെയും എന്താണ് ഉന്നമനത്തിനും അതേപോലെ ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു മിഷനാണ് കുടുംബശ്രീ മിഷൻ. അതേ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് ആരംഭിക്കുന്ന ഒരു സ്വാശ്രയ കൂട്ടായ്മയാണ് എന്താണ്? സുശക്തി മിഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഘങ്ങൾ വഴി എന്താണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും അതേപോലെ ശാക്തീകരണവുമാണ് അവരെന്താണ് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ ഒരു മിഷന് നേതൃത്വം കൊടുക്കുന്നത് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മിഷന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. സുശക്തി മിഷനാണ്, കുടുംബശ്രീയുടെ മാതൃകയിലാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ച് 9-നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മിഷൻ ഏതാണ്? സുശക്തി മിഷനാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മാതൃകയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സജ്ജമാകുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക് നമുക്കറിയാവുന്നതാണ്, തോന്നക്കിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സയൻസ് പാർക്കിൽ തന്നെയാണ് എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിതമാവുന്നത്, സജ്ജമാവുന്നത്. എന്താണ് പ്രത്യേകത? കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം വരുന്നത്. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ എവിടെയാണ് സജ്ജമാവുന്നത്? തോന്നക്കിലാണ്. തോന്നക്കിലുള്ള ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിലാണ് സ്ഥാപിതമാവുന്നത്. ഇനി ഈ ഒരു സെന്റർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യാം. നമുക്ക് അറിയാം, പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്ന് എന്താണ് ബയോ ആക്റ്റീവ് ഘടകങ്ങൾ കണ്ടെത്തി അത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആക്കി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആണ് സ്ഥാപിതമാവുന്നത്. അപ്പോൾ എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്ന് ബയോ ആക്റ്റീവ് സംയുക്തങ്ങളെ കണ്ടെത്തി അതെന്താ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആണിത്. അപ്പോൾ ഈ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, തോന്നക്കലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മൊബിലിറ്റി, സുസ്ഥിരത, സാങ്കേതിക വിദ്യ നവീകരണം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. ഓർത്തു വെക്കാം, ഫിൻലൻഡ് ആണ് കേട്ടോ. എന്താണ്? ഏത് രാജ്യമാണ്? ഫിൻലൻഡ് ആണ്. അപ്പോൾ ഫിൻലൻഡും അതേപോലെ ഇന്ത്യയുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കരാറിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ ഏതാണ്? മൊബിലിറ്റി, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, അതിൽ തന്നെ എന്താണ് 6G വരെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നവീകരണം, ഇവയെല്ലാം ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഈ ഒരു ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ഫിൻലൻഡുമായിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി വരാനുള്ള 10th ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫുൾ മോഡൽ എക്സാമും അതേപോലെ ടോപ്പിക് വൈസ് എക്സാമും എല്ലാം ലഭ്യമാവുന്നതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT NCERT പാഠഭാഗങ്ങൾ ലഭ്യമാവുന്നതാണ്. ഇനി 200-ലധികം മണിക്കൂറുകളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതെന്ന് പറഞ്ഞു. അതേപോലെ 200-ലധികം മെറ്റീരിയൽസും സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാവുന്നുണ്ട്. മെന്റർ സപ്പോർട്ട് കൂടി വരുന്ന ഈ ഒരു ക്ലാസിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 749 രൂപയ്ക്ക് ലഭ്യമാവുന്നതാണ്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു മെട്രോ നിലവിൽ വരുന്നത്. എന്താണ് പ്രത്യേകത? ഇതൊരു റിംഗ് മെട്രോ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുന്ന ഒരു റിംഗ് മെട്രോ കൂടിയാണ് നിലവിൽ വരുന്നത്. എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു? ഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ മജ്ലിസ് പാർക്ക് മുതൽ ഓർത്തു വെക്കുക, എന്താണ് മജ്ലിസ് പാർക്ക് മുതൽ മൗജ്പൂർ ബാബർപൂർ, അതിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പിങ്ക് ലൈൻ എന്നാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് ലൈനും അതേപോലെ ദീപാലി ചൗക്ക് മുതൽ മജ്ലിസ് പാർക്ക് വരെ അതെന്താണ് മജന്ത ലൈൻ, ഈ രണ്ട് ലൈനുകളും ഈ രണ്ട് മെട്രോ ഇടനാഴികളും നമ്മുടെ പ്രധാനമന്ത്രി ഉടൻ
തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർക്ക് ഇത് എവിടെ തൊട്ട് എവിടം വരെയാണ് കണക്ട് ചെയ്യുന്നത്, ഈ ഇടനാഴി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുന്ന റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ബാൻ ആണ്. അതായത് 2026 മാർച്ചിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ഓർത്തു വെക്കുക. കർണാടകയാണ് കേട്ടോ. കർണാടകയാണ്. എത്ര വയസ്സ് മുതലാണെന്ന് ഓർത്തു വെക്കുക? 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരോധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല വേറൊരു സംസ്ഥാനം കൂടിയുണ്ട്. 13 വയസ്സിലാണ് കേട്ടോ. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നിരോധനം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം കൂടിയുണ്ട്. അതേതാണ്? ആന്ധ്രാപ്രദേശാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കർണാടകയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആന്ധ്രാപ്രദേശിൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയ മൂലം ഉണ്ടാകുന്ന പ്രതികൂല സ്വാധീനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? കർണാടകയിലും അതേപോലെ ആന്ധ്രാപ്രദേശിലുമാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അതേപോലെ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുമായിട്ടാണ് രണ്ട് സംസ്ഥാനങ്ങളിലും സോഷ്യൽ മീഡിയ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 2 ഭാഗ്യചിഹ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗ്യചിഹ്നങ്ങൾ എന്തിൻ്റെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 2027 ജനസംഖ്യാ സെൻസസിൻ്റെയാണ്. 2027 ജനസംഖ്യാ സെൻസസ് വരാൻ പോകുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെൻസസിന്റെ ഭാഗമായിട്ട് 2 ഭാഗ്യചിഹ്നങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഭാഗ്യചിഹ്നങ്ങളുടെ പേര് ഓർത്ത് വെക്കുക. പ്രഗതി പ്രഗതി അതേപോലെ വികാസ്. പ്രഗതി അതേപോലെ വികാസ് 2 ഭാഗ്യചിഹ്നങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ പ്രഗതി എന്ന് പറയുന്നത് എന്താണ്? അത് സ്ത്രീ എന്യൂമറേറ്ററെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ വികാസ് എന്ന് പറയുന്നത് എന്താണ്? പുരുഷ എന്യൂമറേറ്ററെയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ പുരുഷ പേരുകളിലാണ് എന്താണ് പ്രഗതിയും അതേപോലെ വികാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരെയും ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നങ്ങളായിട്ട് എടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം പറയുന്നത് നമ്മുടെ ഈ ഒരു സെൻസസ് പ്രക്രിയയിൽ തുല്യത ഈ ഒരു ലിംഗ തുല്യത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എടുത്തു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഭാഗ്യചിഹ്നങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗ്യചിഹ്നങ്ങൾ ആരാണ് അനാച്ഛാദനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് ഇവ രണ്ടും അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ 2027 വരുന്ന ജനസംഖ്യാ സെൻസസിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ 4 ഉപകരണങ്ങളും കൂടി അദ്ദേഹം അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. പ്രഗതി അതേപോലെ വികാസ് എന്നീ 2 ഭാഗ്യചിഹ്നങ്ങളാണ്. എന്തിന്റെ ഭാഗ്യചിഹ്നമാണെന്ന് ഓർത്തു വെക്കുക? 2027 ജനസംഖ്യാ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ്. പ്രഗതി എന്ന് പറയുന്നത് സ്ത്രീ എന്യൂമറേറ്റർ ആണ്. അതേപോലെ വികാസ് എന്ന് പറയുന്നത് പുരുഷ എന്യൂമറേറ്റർ ആണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ അറിവിടം ബുക്കുകൾ വാങ്ങിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി അറിവിടം പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പാഠഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ടാലന്റിന്റെ അറിവിടം ബുക്ക് വാങ്ങിച്ച് പഠിച്ചവർക്കും അതേപോലെ തന്നെ ഈ ഒരു SCRT പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കണമെന്ന ആഗ്രഹമുള്ളവർക്കും പ്രാക്ടീസ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ബുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു SCRT സിലബസിൽ നിന്ന് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് ഈ ഒരു പ്രാക്ടീസ് ബുക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് 270 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 250 രൂപ എന്നുള്ള ഓഫർ പ്രൈസിൽ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കുന്നത് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ബുക്ക് പർച്ചേസ് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, ഹനുമാൻ പദ്ധതി. ഹനുമാൻ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി ഏത് സംസ്ഥാനമാണ് ആവിഷ്കരിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര്? ഹനുമാൻ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്ത് വെക്കുക. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അതായത് വന്യജീവികളെയും അതേപോലെ തന്നെ ഈ വനത്തിനടുത്ത് താമസിക്കുന്ന മനുഷ്യരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹനുമാൻ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയുടെ ഫുൾ ഫോം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹീലിംഗ് ആൻഡ് നർച്ചറിംഗ് യൂണിറ്റ്സ് ഫോർ
മോണിറ്ററിംഗ് എയ്ഡ് ആൻഡ് നഴ്സിംഗ് ഓഫ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക, ഹനുമാൻ എന്നുള്ള പദ്ധതിയാണ്. വീണ്ടും ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്, കഠിനമിത്ര. എന്താണ്? കഠിനമിത്ര എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്ത പദ്ധതി പോലെ തന്നെ ഏകദേശം ബന്ധമുള്ള പദ്ധതിയാണിത്. വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ച എന്താണ് ഈ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഏതാണ്? ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താണ്? കഠിനമിത്ര എന്നുള്ള പദ്ധതി. പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു മനുഷ്യ മൃഗ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിനെ സഹായിക്കുക അല്ലെങ്കിൽ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. പദ്ധതി ഏതാണെന്ന് ഓർത്തു വെക്കുക, കഠിനമിത്ര എന്നുള്ള പദ്ധതിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് അടുത്തിടെ ഇന്ത്യ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതെന്നാണ്. അപ്പോഴൊന്ന് നോട്ട് ചെയ്യുക, IRIS ലാവനാണ് കേട്ടോ. എന്താണ്? IRIS ലാവൻ എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ്? IRIS അല്ലെങ്കിൽ എന്താണ്? ഐറിസ് ലാവൻ എന്ന് കൂട്ടി വായിക്കാം. അപ്പോൾ ഈ ഒരു ഷിപ്പാണ് എവിടെയാണ് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് എന്താണ് അഭയം നൽകിയിരിക്കുന്നത്. എന്ത് കാരണമെന്നാണ് പറയുന്നത്? സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് ഇന്ത്യ ഈ ഒരു ഷിപ്പിന് ഈ ഒരു കപ്പലിന് അഭയം നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാവുന്നതാണ് എന്താണ് അമേരിക്കയുടെ ആക്രമണങ്ങളും അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഈ ഒരു സംഘർഷാവസ്ഥയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് എന്താണ് ഈ ഒരു ഐറിസ് ലാവൻ എന്താണ് ഇന്ത്യയിൽ അഭയം നേടിയിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലാണ് ഈ ഒരു അഭയം എന്താണ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആക്രമണത്തിൽ എന്താണ് അകപ്പെട്ടു പോയ ഷിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്? ഐറിസ് ദേനയാണ് കേട്ടോ. എന്താണ്? IRIS ദേനയായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അടുത്തിടെ ഇന്ത്യ അഭയം നൽകിയിരിക്കുന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാണ്? അത് IRIS ലാവനാണ്. ഇനി നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചർച്ച ചെയ്യുകയാണ്. 2026 നിലവിൽ വന്ന GDPയുടെ പരിഷ്കരിച്ച അടിസ്ഥാന വർഷം ഏതെന്നാണ്. ഓർത്തു വെക്കുക, 2022-23 ആണ് കേട്ടോ. എന്താണ്? 2022-23 ആയിരിക്കും ഇനി മുതൽ നമ്മുടെ എന്താണ് ഈ ഒരു എക്കണോമിക്സിലെ GDP ഒക്കെ കണക്കാക്കുമ്പോഴുള്ള എന്താണ് ബേസ് ഇയർ ആയിട്ട് അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ബേസ് ഇയർ എത്രയായിരുന്നു, ഏതായിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 2011-12 ആയിരുന്നു. 2011-12 ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരുത്തി 2022-23 ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കോവിഡിന് ശേഷമുള്ള ഒരു വർഷം എന്താണ് ഈ ഒരു ബേസ് ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ 2022-23 ആണെന്നാണ് ഇനി അടിസ്ഥാന വർഷമായിട്ട് ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ GDPയിലും അതേപോലെ തന്നെ മറ്റ് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുന്ന കണക്കുകളൊക്കെ ഇനി എന്താണ് ഈ ഒരു അടിസ്ഥാന വർഷമായി കണക്കാക്കുന്നത് 2022-23 വർഷമായിരിക്കും. ഇനി രണ്ട് പുതിയ ഇനം ഗോതമ്പുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, SKUAST കാശ്മീർ വികസിപ്പിച്ചെടുത്ത പുതിയ ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ഷാലിമാർ ഗോതമ്പ് 3 അതേപോലെ ഷാലിമാർ ഗോതമ്പ് 4 എന്നൊക്കെയാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, ഷാലിമാർ വീറ്റ് 3യും ഷാലിമാർ വീറ്റ് 4 എന്നിങ്ങനെ രണ്ട് ഇനങ്ങളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക, SKUAST കാശ്മീർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ രണ്ട് വിത്തിനങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാശ്മീരിലെ എന്താണ് ഗോതമ്പ് കൃഷി അതേപോലെ നെൽകൃഷിയും എന്താണ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവയുടെ ആ ഒരു വിത്ത് വിതയ്ക്കൽ കാലവും ഒക്കെ കറക്റ്റായിട്ട് അനുയോജ്യമാകുന്ന രീതിയിലുള്ള വിത്തിനമാണ് എന്താണ് ഷാലിമാർ വീറ്റ് 3യും അതേപോലെ ഷാലിമാർ വീറ്റ് 4 എന്നിങ്ങനെയുള്ള ഈ ഗോതമ്പിനങ്ങൾ. അതായത് ഗോതമ്പ് സാധാരണ അവിടെ ഒക്ടോബർ മാസത്തിലാണ് വിതയ്ക്കുന്നത്. അതിനുശേഷം അവിടുത്തെ അതായത് കാശ്മീരിലെ വേനൽക്കാലത്തിന്റെ ആരംഭത്തോട് കൂടിയിട്ട് അതായത് ജൂൺ മാസങ്ങളിലൊക്കെയാണ് ഇവ വിളവെടുക്കുന്നത്. എന്നാൽ അവിടെ നെല്ല് വിതയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് കറക്റ്റായിട്ട് നെല്ല് വിതയ്ക്കാൻ സാധിക്കാതെ വരികയും അതായത് ഗോതമ്പ് പാടങ്ങളിൽ ഗോതമ്പ് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നെല്ല് കറക്റ്റായിട്ട് വിതയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നതിനെ തുടർന്നാണ് ഈ ഒരു രണ്ട് വിത്തിനങ്ങൾ എന്താണ് അവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇത് കറക്റ്റായിട്ട് നടക്കുമെന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇനി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫുൾ നെയിം കൂടി നമുക്കൊന്ന് ഓർത്ത് വെക്കാം. കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി കാശ്മീർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് ഷാലിമാർ ഗോതമ്പ് 3യും അതേപോലെ ഷാലിമാർ ഗോതമ്പ് 4 എന്നിങ്ങനെയുള്ള രണ്ട് വിത്തിനങ്ങൾ വികസിപ്പിച്ചത്. അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഛത്തീസ്ഗഡ് ആണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം നടക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത?
2026 നടക്കുന്നത് ആദ്യത്തെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത് ഓർത്തു വെക്കുക, ഛത്തീസ്ഗഡ് ആണ് വേദിയാവുന്നത്. ഇനി ഒരു മത്സരത്തിൽ അത്ലറ്റിക്സ്, ഫുട്ബോൾ, അതേപോലെ ഹോക്കി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, നീന്തൽ തുടങ്ങിയ 7 ഇനങ്ങൾ മെഡൽ ഇനങ്ങളായിട്ടും, അതേപോലെ മല്ലക്കമ്പ് ഓർത്തു വെക്കുക, ഏതിനമാണ് മല്ലക്കമ്പ്, അതേപോലെ തന്നെ കബഡി എന്നിവ പ്രദർശന ഇനങ്ങളുമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു മത്സരത്തിന്റെ വേദിയാവുന്നത്? ഛത്തീസ്ഗഡ് ആണ് വേദിയാവുന്നത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരൊറ്റ റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് റാങ്ക് ഫയലുകൾ ലഭ്യമാവുന്നത്. SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫയലുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ ഉടൻ തന്നെ റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു: ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് കുടുംബശ്രീ മാതൃകയിൽ അവതരിപ്പിക്കുന്ന സ്വാശ്രയ കൂട്ടായ്മ ഏതെന്നാണ്? സുശക്തി മിഷനാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എവിടെയാണ് സജ്ജമാവുന്നതെന്നായിരുന്നു? ബയോ 360 ലൈഫ് സയൻസസ് പാർക്ക് തോന്നക്കലിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു: ഒരു സഹകരണ കരാർ ഒപ്പുവെച്ചതാണ്. അപ്പോൾ ഇന്ത്യയും ഫിൻലാൻഡും തമ്മിൽ ഒപ്പുവെച്ച ഒരു സഹകരണ കരാറാണ് എന്താണ്? മൊബിലിറ്റി, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഒരു ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയും ഫിൻലൻഡുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടുള്ള ഈ ഒരു റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അതേപോലെ ആന്ധ്രാപ്രദേശിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2027 ജനസംഖ്യാ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയെന്നാണ്? അപ്പോൾ പ്രഗതി എന്നും അതേപോലെ തന്നെ വികാസ് എന്നിങ്ങനെ 2 മാസ്കോട്ടുകളാണ്, ഭാഗ്യചിഹ്നങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസിന് വേണ്ടിയിട്ടുള്ള മാസ്കോട്ടുകളാണിവ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ആന്ധ്രാപ്രദേശിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ഹനുമാൻ പദ്ധതിയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയായിരുന്നു, കഠിനമിത്ര എന്നുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി, അതായത് മനുഷ്യ മൃഗ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സാങ്കേതിക തകരാറുകളെ തുടർന്ന് അടുത്തിടെ ഇന്ത്യ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കുക, ഐറിസ് ലാവനാണ് കേട്ടോ. IRIS ലാവനാണ് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നത്. കൊച്ചിയിലാണ് അഭയം നൽകിയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 നിലവിൽ വന്ന GDPയുടെ പരിഷ്കരിച്ച അടിസ്ഥാന വർഷം ഏതെന്നാണ്? 2022-23 ഇതിനു മുമ്പ് 2011-12 ആയിരുന്നു അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കിയിരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് പുതിയ 2 ഗോതമ്പ് ഇനങ്ങളാണ്. അപ്പോൾ SKUAST കാശ്മീർ ആണ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് വികസിപ്പിച്ചെടുത്തത്. ഷാലിമാർ വീറ്റ് 3യും അതേപോലെ ഷാലിമാർ വീറ്റ് 4ഉം എന്നിങ്ങനെ 2 ഗോതമ്പിനങ്ങളാണ് വികസിപ്പിച്ചെടുത്തത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, ഛത്തീസ്ഗഡ് ആണ് വേദിയായി വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്നത് 2026 കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ ആരെന്നാണ്? ഓപ്ഷൻ എ CV ആനന്ദ ബോസ്, ഓപ്ഷൻ ബി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഓപ്ഷൻ സി RN രവി, ഓപ്ഷൻ ഡി ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം ഇതാണ്: നിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ എ പ്രിയ AS, ഓപ്ഷൻ ബി KR മീര, ഓപ്ഷൻ സി സാറ ജോസഫ്, ഓപ്ഷൻ ഡി R രാജശ്രീ. അപ്പോൾ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 മാർച്ചിൽ WEFന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റും അതേപോലെ CEOയുമായി നിയമിതരായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അലോയിസ് ഫിങ്കി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബോർജ് ഓർത്തു വെക്കുക, ബോർജ് ബ്രണ്ട രാജിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് ഇൻട്രീം ആയിട്ട്, അതായത് ഇടക്കാല പ്രസിഡന്റ് CEO ആയിട്ട് നിയമിതനായത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം ഏതെന്നായിരുന്നു? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, നഭമിത്ര എന്നുള്ള സംവിധാനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.